ആധുനിക കാലത്തും ശ്രീനാരായണ ഗുരുദർശനം പ്രസക്തമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു മഹാസമാധിയുടെ ശതാബ്ദി ആചരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. വൈക്കം സത്യഗ്രഹം ഉൾപ്പെടെയുള്ള ചരിത്ര വസ്തുതകളാണ് പുരോഗമന കേരളത്തിന്റെ സൃഷ്ടിക്ക് പങ്കുവഹിച്ചതെന്ന് പാലാ സെന്റ് തോമസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് രാഷ്ട്രപതി പറഞ്ഞു. രാവിലെ രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി കെ.ആർ. നാരായണന്റെ പ്രതിമ രാഷ്ട്രപതി അനാച്ഛാദനം ചെയ്തു. പ്രൗഢഗംഭീരമായ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടാണ് രാഷ്ട്രപതി തൻ്റെ സന്ദർശനത്തിൻ്റെ 3-ാം ദിവസം ചെലവഴിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. രാവിലെ കെ.ആർ. നാരായണൻ്റെ പ്രതിമ രാജ്ഭവനിൽ അനാച്ഛാദനം ചെയ്തുകൊണ്ടായിരുന്നു തുടക്കം. ഇതിൻ്റെ ഒരു പ്രത്യേകത, നേരത്തെ മുൻ രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദ് നിർദ്ദേശിച്ചത് പ്രകാരമാണ് ഇങ്ങനെയൊരു പ്രതിമ അവിടെ സ്ഥാപിച്ചത്. അതുകൊണ്ട് തന്നെ രാംനാഥ് കോവിന്ദ് ഉൾപ്പെടെയുള്ളവർ, അതേപോലെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെയുള്ളവരും ഇപ്പോഴത്തെ ഗവർണറും എല്ലാം ചേർന്നൊരു പ്രൗഢഗംഭീരമായ പരിപാടിയിലാണ് ഈ ചടങ്ങ് നടന്നത്. ഉച്ചയോടുകൂടിയാണ് ശിവഗിരിയിൽ രാഷ്ട്രപതി എത്തിയത് എന്നുള്ളതാണ്. അവിടെ സമാധിയിലടക്കം പ്രാർത്ഥന നടത്തി. അതേപോലെ തന്നെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ഇക്കാലത്തെയും ഒരു പ്രസക്തി വിളിച്ചോതുന്ന ഒരു പ്രസംഗമാണ് രാഷ്ട്രപതി അവിടെ നടത്തിയത്. മാത്രമല്ല, സാധാരണഗതിയിൽ പരിപാടിയിൽ വന്നു പോകുന്നതിനപ്പുറത്തേക്ക് അവിടെ നിന്ന് ഉച്ചഭക്ഷണം ഉൾപ്പെടെ കഴിച്ച ശേഷമാണ് രാഷ്ട്രപതി കോട്ടയത്തേക്ക് മടങ്ങുകയും ചെയ്തത്. വലിയൊരു പരിപാടി, വലിയ ജനസഞ്ചയത്തിൻ്റെ ഒരു പ്രത്യേകതയും അത്രത്തോളം ആളുകളും പങ്കെടുത്തൊരു പരിപാടിയാണ് ശിവഗിരിയിൽ നടന്നത്. കാലാവസ്ഥ സാഹചര്യം മോശമാകാൻ സാധ്യതയുള്ളതിനാൽ കോട്ടയത്തെ പരിപാടി ഒരൽപ്പം നേരത്തെയാക്കി. നേരത്തെ 4:15 രാഷ്ട്രപതി വേദിയിലെത്തുമെന്ന് അറിയിച്ചിരുന്നതെങ്കിൽ ഇവിടെ അതിന് മുൻപ് തന്നെ 3:30 തന്നെ എത്തുന്നു. 4:15 ഏതാണ്ട് പരിപാടി പൂർത്തിയായി. 4:30 പരിപാടി പൂർത്തിയാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെയും കേരളത്തിൻ്റെ സംഭാവന, അതിനുമപ്പുറത്തേക്ക് കോട്ടയത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തടക്കം വൈക്കം സത്യാഗ്രഹം ഉൾപ്പെടെ അനാചാരങ്ങൾക്കെതിരെ നടന്ന പോരാട്ടം, ഇതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു രാഷ്ട്രപതിയുടെ പ്രസംഗമുണ്ടായിരുന്നത്. പാലാ സെന്റ് തോമസ് കോളേജിലെ ഹെലിപ്പാഡിൽ നിന്നും നേരെ കോട്ടയത്തേക്ക് പോയ രാഷ്ട്രപതി അവിടെ നിന്ന് റോഡ് മാർഗമാണ് കുമരകത്തേക്ക് യാത്ര തിരിച്ചത്. ഇന്ന് കുമരകത്ത് ആണ് താമസമുള്ളത്. നാളെ രാവിലെ എറണാകുളത്ത് പരിപാടിയിൽ പങ്കെടുക്കാനായി രാഷ്ട്രപതി അവിടെ നിന്ന് മടങ്ങും. എന്തായാലും വലിയ ദീർഘമായൊരു സന്ദർശനം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. 4 ദിവസത്തെ സന്ദർശനം അങ്ങനെ നാളത്തെ രാവിലെ നടക്കുന്ന പരിപാടിയോടുകൂടി പൂർത്തിയാകും. രാഷ്ട്രപതിയുടെ ശബരിമല